നമസ്കാരം. വെനസ്വേലൻ മണ്ണിൽ യുഎസിൻ്റെ പുതിയ അധിനിവേശം ആരംഭിച്ചിരിക്കുന്നു. നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്ക വീണ്ടും സാമ്രാജ്യത്വ അജണ്ട നടപ്പിലാക്കി. വെനസ്വേല ഇനി യുഎസ് ഭരിക്കുമെന്നും എണ്ണയൂറ്റുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം ഇറാനാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അത്ര നിഷ്കളങ്കമല്ല. അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കാരണക്കാർ പാശ്ചാത്യ ശക്തികളുമാണ്. ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വാദം. എന്നാൽ ഈ വർഷം പിറക്കുമ്പോൾ തന്നെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ട്രംപ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനസ്വേലയുടെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയിൽ കടന്നുകയറി യുഎസിൻ്റെ ഡെൽറ്റ ഫോഴ്സ് തട്ടിക്കൊണ്ടുപോകുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ലോകക്രമം തന്നെയാണ് ട്രംപിൻ്റെ ബലം. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അധിനിവേശത്തിന് ഇസ്ലാമിക് ടെററിസം എന്ന നുണയായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് നാർക്കോ ടെററിസമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വെനസ്വേലയ്ക്ക് ചുറ്റും സൈനിക സന്നാഹം ഒരുക്കി തുടങ്ങിയിരുന്നു. വെനസ്വേലയിൽ ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ സംഘം യുഎസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നുമാണ് ട്രംപിൻ്റെ ആരോപണം. അമേരിക്കയെ തകർക്കാനുള്ള യുദ്ധമാണിതെന്ന് പറഞ്ഞാണ് ട്രംപ് സൈനിക നീക്കം ആരംഭിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. അവിടേക്ക് തന്നെയാണ് ട്രംപിൻ്റെ കണ്ണും. 2023 303 ബില്യൺ ബാരലായിരുന്നു വെനസ്വേലയുടെ ഓയിൽ ശേഖരം. എന്നാൽ അതേ വർഷം വെറും $4 ബില്യൺ ക്രൂഡ് ഓയിൽ മാത്രമാണ് കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞത്. എണ്ണ സംസ്കരിച്ച് വിതരണം ചെയ്യാനുള്ള പരിമിത സാങ്കേതിക വിദ്യയെ ഈ ഉപരോധം കാരണം വെനസ്വേലയ്ക്കുള്ളൂ. യുഎസ് ഉപരോധം ആ രാജ്യത്തെ ആകെ പാപ്പരാക്കി മാറ്റിയിരിക്കുന്നു. വെനസ്വേലയിൽ അട്ടിമറി നടത്താനുള്ള നീക്കം യുഎസ് ഇപ്പോൾ തുടങ്ങിയതല്ല. സിഐഎയുടെ ചാരന്മാർ കാലങ്ങളായി അവിടെയുണ്ട്. മദുറോയുടെ മുൻഗാമിയായ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലെത്തിയ ശേഷമാണ് വെനസ്വേലയിൽ സോഷ്യലിസ്റ്റ് നയങ്ങൾ കൂടുതൽ സജീവമാകുന്നത്. രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിച്ചതും ഷാവേസ് ആയിരുന്നു. ലോകത്തെ യുഎസ് വിരുദ്ധരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് ഷാവേസ് ഉണ്ടാക്കിയ മുന്നണി അമേരിക്കയ്ക്ക് വലിയ തലവേദനയായി. വെനസ്വേലയിൽ ഇനി ട്രംപ് ആരെയാണ് പാവ സർക്കാരായി വാഴിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എഡ്മുണ്ടോ ഗോൺസാലസ് ഉറുട്ടിയയാണ് ഒരു പേര്. നിലവിൽ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ താല്പര്യമുള്ള മറ്റൊരു പേര് മരിയ കൊറിന മച്ചാഡോയാണ്. 2025 സമാധാന നോബൽ ഇവർക്കായിരുന്നു. ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെ പിന്തുണക്കുന്ന, ഇസ്രായേലുമായി കൈകോർക്കാൻ കാത്തുനിൽക്കുന്ന വ്യക്തിയാണ് മരിയ കൊറിന മച്ചാഡോ. വെനസ്വേലയ്ക്കൊപ്പം ഇറാനിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അട്ടിമറി മോഹങ്ങളുണ്ട്. കടുത്ത ഉപരോധം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ഇറാനിലെ ജനങ്ങളെ അമേരിക്ക തെരുവിൽ ഇറക്കിയിരിക്കുന്നു. $1 42,125 ഇറാനിയൻ റിയാൽ കൊടുക്കണം. ഇപ്പോൾ ജീവിത ചെലവ് കുത്തനെ കൂടിയിരിക്കുന്നു. ഒരാഴ്ചയായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭകരെ കേൾക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും സമരം അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ യുഎസും ഇസ്രായേലുമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെച്ചാൽ ഞങ്ങൾ വരും അങ്ങോട്ട് എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുന്നു. ട്രംപ് സാഹസത്തിന് മുതിരരുത് എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്ക ആക്രമിച്ചാൽ പ്രതിരോധ നടപടി സ്വീകരിക്കുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും കാലങ്ങളായുള്ള ആഗ്രഹമാണ്. 1979 ഷാ ഭരണകൂടത്തിനെതിരെ ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചെറിയ നാണക്കേടൊന്നുമല്ല ഉണ്ടാക്കിയത്. ടെഹ്റാനിലെ യുഎസ് എംബസി ഉപരോധിച്ച പ്രക്ഷോഭകർ യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. അമേരിക്കയും ഇസ്രായേലും ചാരവൃത്തിയിലൂടെ സ്വന്തമാക്കിയിരുന്ന ഇറാനെക്കുറിച്ചുള്ള രേഖകളെല്ലാം പിടിച്ചെടുത്തു. ബന്ദികളുടെ മോചനത്തിനായി യുഎസ് നടത്തിയ സൈനിക ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെട്ടു. ഇത് യുഎസിന് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. ഇതിനെല്ലാം പകരം വീട്ടാനുള്ള അവസരം കാത്തിരിക്കുകയാണ് യുഎസ് ഭരണകൂടം.